നമ്മൾ കൂർച്ചൽ ലഭിച്ചിരിക്കുന്നു. ഈ കടത്തനാടിന്റെ മണ്ണിൽ വെച്ച് നമ്മൾ എല്ലാവരെയും, അതുപോലെ തന്നെ ജാഥ ക്യാപ്റ്റന്മാർ KPC അധ്യക്ഷൻ ശ്രീ K സുധാകരനെയും ശ്രീ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശനെയും വടകരയുടെ മണ്ണിലേക്ക് ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യാം. ഈ പൊരിവെയിലത്തും ഇവിടേക്ക് ഒഴുകിയെത്തിയ കോൺഗ്രസ് പ്രവർത്തകരെയും ഞാൻ അഭിവാദ്യം ചെയ്യാം. ഇന്ന് നമുക്കറിയാം, ഞായറാഴ്ച ദിവസമാണ്, പൊരിവെയിലാണ്. അതിനെല്ലാം കവച്ചു വെച്ചുകൊണ്ടാണ് ഈ ജനാവലി ഇവിടെ കൂടിയിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പ് ഇന്ത്യയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ച് മാത്രമല്ല, ഇന്ത്യൻ ജനാധിപത്യത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ പരമപ്രധാനമാണ്. ഈ രാജ്യത്ത് ജനാധിപത്യം നിലനിൽക്കണോ, ഫാസിസം നിലനിൽക്കണോ? അതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ മുഖ്യ ചോദ്യം എന്ന് പറയുന്നത്. അതിനുത്തരം നൽകാൻ കഴിയുന്ന ഏക ദേശീയ പ്രസ്ഥാനം ഇന്ത്യയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാത്രമാണ്. ഇവിടെ ചിലരൊക്കെ കിണറ്റിലെ തവളയെ പോലെ ഞങ്ങൾ ഈ രാജ്യം മുഴുവൻ സംരക്ഷിച്ചോളാന്നാണ് പറയുന്നത്. കിണറ്റിന്റെ പുറത്തുള്ള പ്രദേശങ്ങൾ കാണാത്തവരാണ് ഈ രാജ്യം മുഴുവൻ സംരക്ഷിക്കാൻ ഇറങ്ങിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ വന്ന് ചിലരൊക്കെ ചില നാടകങ്ങൾ നടത്തുകയുണ്ടായി. അവർ പറയുന്നത്, ഇപ്പൊ കേരളത്തിൽ കഴിഞ്ഞ 5 വർഷം വികസനം നടത്താത്തതിന്റെ ഏക കുഴപ്പം ഞങ്ങൾ 18 MP-മാർ കാരനാണ് വികസനം നടത്താത്തതെന്നാണ് ഇവിടെ മുഖ്യമന്ത്രി പറയുന്നത്. ഞാൻ തിരിച്ച് അദ്ദേഹത്തിനോട് ചോദിക്കട്ടെ, പിന്നെ നിങ്ങൾക്ക് എന്താ പണി? ഞങ്ങൾ പറയേണ്ട കാര്യങ്ങളൊക്കെ പാർലമെന്റിൽ അക്കമിട്ട് പറയാൻ ഞങ്ങൾ 18 പേരും സധൈര്യം മുന്നോട്ട് വന്നിട്ടുണ്ട്. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ UDF-ന് 2 MP-മാരേ ഉള്ളൂ, ജബി മേത്തറും അതുപോലെ തന്നെ വഹാബ് സാഹിബും. എന്നാൽ ഏതാണ്ട് 7 MP-മാരുണ്ട് ഇടതുപക്ഷത്തിന്. ഈ 7 MP-മാരുടെ സാന്നിധ്യത്തിൽ കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ കേരളത്തിന് തരേണ്ടതൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തരാൻ ഒന്നുമില്ല എന്ന് പറഞ്ഞപ്പോ വായ തുറക്കാൻ എളമന കരീം ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ MP-മാർക്ക് കഴിഞ്ഞു. കണക്ക് വെച്ചിട്ട് അവർ പറഞ്ഞു, മറുപടി വരേണ്ട ഞങ്ങളല്ല, നിങ്ങളല്ലേ, നിങ്ങളെ ഈ സംസ്ഥാനം ഭരിക്കുന്നത്. എത്ര കിട്ടി എന്നുള്ളത് പഠിച്ച് നിങ്ങൾക്ക് അവിടെ പറയേണ്ട കാര്യം ഉണ്ടായിരുന്നല്ലോ, അത് പറഞ്ഞോ? മാത്രമല്ല, കഴിഞ്ഞ ദിവസം സംസ്ഥാന ധനകാര്യ മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അതിൽ പറഞ്ഞെന്താ അറിയോ? കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ നടപ്പാക്കിയതിന്റെ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ കഴിയാത്തത് കൊണ്ട് പല ഫണ്ടും കിട്ടിയില്ല. ഞങ്ങളാണോ ഉത്തരവാദി? 18 MP-മാർ പറയാഞ്ഞിട്ടാണോ? 2 UDF-ന്റെ MP-മാർ പറയാഞ്ഞിട്ടാണോ രാജ്യസഭയിൽ? ഞങ്ങൾ പറയേണ്ടതൊക്കെ പറഞ്ഞു. നിങ്ങൾക്ക് ചോദിച്ചു വാങ്ങാനുള്ള കഴിവില്ലാത്തതിന് ഞങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നേരത്തെ ഇവിടെ സിദ്ദിഖ് ഒരു കാര്യം പറഞ്ഞല്ലോ. കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ പടിഞ്ഞാറത്തറ പഞ്ചായത്തിൽ വെച്ച്, ചക്കിട്ടവാറ പഞ്ചായത്തിൽ വെച്ച് ഒരു വലിയ കൺവെൻഷൻ കൂടി. വടകരയിൽ നിന്ന് മാത്രമല്ല, വയനാട്ടിൽ നിന്ന് സിദ്ദിഖ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ പങ്കെടുത്തു. അവിടെ വെച്ച് പറഞ്ഞു, 1994 ലീഡർ ശ്രീ K കരുണാകരൻ തറക്കല്ലിട്ട പടിഞ്ഞാറത്തറ പൂഴിത്തട റോഡ്, ആ റോഡ് പൂർത്തീകരിക്കണം, അതിന് സമ്മർദ്ദം ചെലുത്തണം എന്ന് പറഞ്ഞപ്പോ ആ യോഗം ഉദ്ഘാടനം ചെയ്യാൻ ഞാൻ പറഞ്ഞു, ഞാൻ ഇത് പാർലമെന്റിൽ ഉന്നയിക്കും. അന്ന് അവിടുത്തെ MLA-നെ ആ ഭാഗത്ത് കണ്ടില്ല. അന്ന് യോഗത്തിൽ അധ്യക്ഷത വഹിച്ച ചക്കിട്ടവാറ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞെന്താ? മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നവകേരള സദസ് പേരാമ്പ്രയിലെത്തുമ്പോ ഞങ്ങൾ ഈ കാര്യം ഉന്നയിക്കും. ഞാൻ പറഞ്ഞു, ഞങ്ങൾ കേരള സദസ്സിൽ പങ്കെടുക്കുന്നില്ല, ഞാൻ പാർലമെന്റിൽ പറഞ്ഞോളാം. പാർലമെന്റിൽ ഞാൻ പറഞ്ഞു. എന്നാൽ മുഖ്യമന്ത്രിയുടെ നവകേരള സദസ് പേരാമ്പ്ര വന്നപ്പോ എന്താ മുഖ്യമന്ത്രി പറഞ്ഞ? പടിഞ്ഞാറത്തറ പൂഴിത്തോട് റോഡിനെ കുറിച്ചല്ല. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ സഫാരി പാർക്ക് നൽകും. സഫാരിയാണോ പ്രധാനപ്പെട്ടത്? ഇവിടെ സിംഹത്തിനും കടുവയുടെയാണോ പ്രധാനപ്പെട്ടത്? താമരശ്ശേരി ചുരത്തിൽ ബ്ലോക്ക് വന്നാൽ വയനാട്ടിലേക്ക് മാത്രമല്ല, മൈസൂര്, ബാംഗ്ലൂർ തുടങ്ങിയ വൻ നഗരങ്ങളിലേക്കുള്ള ഗതാഗത കുരുക്കുണ്ടാവുമ്പോ അതിന് ബദൽ മാർഗമായിട്ടാണ് പടിഞ്ഞാറത്തറ പൂഴിത്തോട് റോഡ് 1994 ലീഡർ ശ്രീ K കരുണാകരൻ തറക്കല്ലിട്ടത്. ഞാനതിന് പാർലമെന്റിൽ ഉന്നയിച്ചു. ഞാൻ പറഞ്ഞ വാക്ക് ഞാൻ പാലിച്ചു. പാർലമെന്റിൽ ഉന്നയിച്ചപ്പോ കേന്ദ്രം നൽകിയ മറുപടി എന്താ അറിയോ? നിങ്ങളുടെ സംസ്ഥാന സർക്കാർ ഞങ്ങളെ സമീപിച്ചിട്ടില്ല. കേന്ദ്രമന്ത്രി ഭൂപേഷ് യാദവിന്റെ കത്തെന്റെ കയ്യിലുണ്ട്. പാർലമെന്റിൽ നൽകിയ മറുപടിയാണ്. MP-മാര് പറയാഞ്ഞിട്ടാണോ? റെയിൽവേയുടെ കാര്യം
വടകര ലോക്സഭയിലെ 3 റെയിൽവേ സ്റ്റേഷനുകളാണ് അമൃത് പദ്ധതിയിൽ വിട്ട് നവീകരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് പോയി നോക്കിയാൽ കാണാം. അല്ലാതെ വെറും കടലാസിലെ നവീകരണമല്ല. അവിടെ വൻതോതിലാണ് ഇപ്പോൾ വർക്ക് നടക്കുന്നത്. വടകരയിലും മാഹിയിലും തലശ്ശേരിയിലും അമൃത് പദ്ധതിയിൽപ്പെട്ട വർക്ക് നടക്കുകയാണ്. കൊയിലാണ്ടിയെ കൂടെ ഉൾപ്പെടുത്തണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. 21-ാം തീയതി റെയിൽവേ കേരളത്തിലെ MP-മാരുടെ യോഗം വിളിച്ചിട്ടുണ്ട്. ഞാനും KPC പ്രസിഡന്റ് ഉൾപ്പെടെ. അദ്ദേഹത്തിന് പക്ഷേ യാത്ര ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് ചിലപ്പോൾ പങ്കെടുക്കാൻ കഴിയില്ല. പക്ഷേ മറ്റ് MP-മാർ അവിടെ പങ്കെടുക്കും. അപ്പൊ ഞാൻ പറയുന്നത് വികസനം ഞങ്ങൾ ശ്രമിക്കാഞ്ഞിട്ടല്ല. പക്ഷേ എല്ലാത്തിനും കേന്ദ്രത്തിനെ കുറ്റപ്പെടുത്തുന്ന സംസ്ഥാന സർക്കാരിനോട് ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ. കേന്ദ്രം വീതം തരുന്നില്ല. നിങ്ങൾക്ക് മാത്രമല്ല, ഞങ്ങൾ ഭരിക്കുന്ന കർണാടകത്തിലും തരുന്നില്ല, ഞങ്ങൾ ഭരിക്കുന്ന ഹിമാചൽ പ്രദേശിലും ജാർഖണ്ഡിലും തരുന്നില്ല. പക്ഷേ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ചെയ്യുന്നുണ്ടോ? എന്റെ മുൻഗാമിയായ ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇവിടെ MP-യും കേന്ദ്രമന്ത്രിയായിരുന്നപ്പോഴാണ് തലശ്ശേരിയിൽ ഒരു കേന്ദ്രീയ വിദ്യാലയം അനുവദിച്ചത്. ആ കേന്ദ്രീയ വിദ്യാലയം വാടകഘട്ടത്തിൽ ആരംഭിച്ചു. അതിന് 8 ഏക്കർ സ്ഥലം കതിരൂർ പഞ്ചായത്തിൽ സ്ഥലം കണ്ടെത്തി അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി ഞാൻ ഉൾപ്പെടെ പരിശ്രമിച്ചിട്ട് കഴിഞ്ഞ 4.5 വർഷക്കാലം ആ ഫയലിട്ട് തത്തിക്കളിച്ചു സംസ്ഥാന സർക്കാർ. റവന്യൂ വകുപ്പ് ഏറ്റെടുക്കാനെടുത്തു 3.5 വർഷം. അതിന് വിദ്യാഭ്യാസ വകുപ്പിന്റെ സാങ്ഷൻ കിട്ടാൻ മുഖ്യമന്ത്രി ഫയലിൽ ഒപ്പുവെച്ചില്ല. നവകേരള സദസ്സ് തലശ്ശേരിയിൽ വന്ന ദിവസമാണല്ലോ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു സ്വകാര്യ ഹോട്ടലിൽ ക്യാബിനറ്റ് യോഗം കൂടിയത്. ആ ക്യാബിനറ്റ് യോഗം കൂടിയപ്പോ തലശ്ശേരി കേന്ദ്രീയ വിദ്യാലയത്തിന്റെ ഫയൽ മുഖ്യമന്ത്രി ഒപ്പിട്ടില്ല. പിറ്റേ ദിവസം കോഴിക്കോട് പത്രസമ്മേളനത്തിൽ ഞാൻ പറഞ്ഞു, തലശ്ശേരിയിൽ വെച്ച് പോലും തലശ്ശേരി കേന്ദ്രീയ വിദ്യാലയത്തിന്റെ ഫയൽ ഒപ്പിടാത്ത മുഖ്യമന്ത്രി വടകര ലോക്സഭയോട് നീതികേട് കാണിച്ചു എന്ന് പറഞ്ഞപ്പോഴാണ് അതിന്റെ അടുത്ത ദിവസം തിരൂരിൽ വെച്ച് ഫയൽ ഒപ്പിടുന്നത്. പക്ഷേ അത് ഒപ്പിട്ട് നിയമമാക്കി വർക്ക് തുടങ്ങണ്ടേ? എന്തുകൊണ്ട് തുടങ്ങാൻ കഴിയുന്നില്ല? സംസ്ഥാന സർക്കാരിന്റെ കുറ്റമല്ലേ? ഇപ്പോ സമരാഗ്നി കടന്നു വന്ന തലശ്ശേരി മാഹി റോഡ്, ആ റോഡ് മുല്ലപ്പള്ളിയുടെ കാലത്ത് അനുവദിച്ച് അന്ന് തറക്കല്ലിട്ടതാ. ഇപ്പോഴാണ് ഏതാണ്ട് പൂർത്തിയാക്കി. അതിൽ പണിത 4 ബീമുകളാണ് തകർന്നു വീണത്. അവിടെ പണി നടന്നുകൊണ്ടിരിക്കുമ്പോ ആരാ കോൺട്രാക്ടറാ? UDF ആണോ? UDF വെച്ചവരാണോ? എല്ലാം കഴിഞ്ഞ് ഇപ്പൊ പൂർത്തിയാവാനായപ്പോ ഒരു ഭാഗത്ത് പൊതുമരാമത്ത് മന്ത്രിയുടെ പരിശോധന, മറ്റേ ഭാഗത്ത് കേന്ദ്രത്തിൽ തൊഴിലില്ലാത്ത ചില മന്ത്രിമാരുടെ പ്രസ്താവന, ഫ്ലക്സ് മത്സരിച്ചു വയ്ക്കുന്നു. കിട്ടിയാലെല്ലാം ഞങ്ങളുടെ വക, കിട്ടിയില്ലെങ്കിലൊക്കെ MP-യുടെ തലയിൽ. ഇതൊക്കെ നന്നായിട്ട് പത്രം വായിക്കുന്നവരും അറിയുന്നവരുമാണ് വടകരയിലെയും കേരളത്തിലെയും ജനങ്ങളെന്ന് പിണറായിയോടും കേന്ദ്രമന്ത്രിമാരോടും പറയാൻ മാത്രമേ ഞാൻ ഈ സന്ദർഭം വിനിയോഗിക്കുന്നു. ഏതായാലും ഒരു കാര്യം വ്യക്തമാണ്, MLA-മാർക്കെതിരെ ചാർജ് ഷീറ്റ് ഉണ്ടാക്കി ഒരെലക്ഷനെ നേരിടുന്ന ഗതികെട്ട മുന്നണിയായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാറിയിരിക്കുന്നു. ഇവിടെ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ EDക്ക് ക്വിക്ക് ആക്ഷൻ, എന്നാൽ പിണറായി ഭരിക്കുന്ന കേരളത്തിൽ സ്ലോ മോഷൻ. എന്താ സ്ലോ മോഷൻ? ഞങ്ങളുടെ ഒരാളെയെങ്കിലും ഡൽഹിക്ക് അയച്ചില്ലെങ്കിൽ പിണറായി അകത്ത് പോകുന്നാണ് നരേന്ദ്രമോദി തന്നെ അന്ന് ചെവിയിൽ സ്വകാര്യം പറഞ്ഞത്. നിങ്ങൾ കണ്ടല്ലോ ഒന്ന് അദ്ദേഹത്തിന് യാത്ര അയക്കാൻ. എന്തൊരു വിനീത വിധേയനായിട്ടാ മുഖ്യമന്ത്രി നിൽക്കുന്നത്. പറഞ്ഞെന്താ? ഞങ്ങളുടെ MP-യെ ഡൽഹിക്ക് അയച്ചോ അല്ലെങ്കിൽ അകത്ത് പോകാൻ തയ്യാറെടുത്തോ. അതിന് ഞങ്ങളുടെ തലയിൽ കുറ്റം ചേർത്തണ്ട. ഇവിടെ അന്തർധാര ആര് തമ്മിലാണ്? അന്തർധാര BJP മാർക്സിസ്റ്റ് പാർട്ടിയും തമ്മിലാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ അടിവരയിട്ട് പറയുന്നു, നമ്മുടെ മുദ്രാവാക്യം മോഡി പിണറായി അവിശുദ്ധ കൂട്ടുകെട്ടിനെ പരാജയപ്പെടുത്തുക എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ മുദ്രാവാക്യം. ആ മുദ്രാവാക്യവുമായി കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് സഞ്ചരിക്കുന്ന ജാഥ ക്യാപ്റ്റന്മാർ KPC പ്രസിഡന്റ് സുധാകരനും പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശനും അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഇന്നത്തെ ഈ ഗംഭീരമായ സ്വീകരണ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. എല്ലാവർക്കും എന്റെ വിനീതമായിട്ടുള്ള നമസ്കാരം. ജയ് ഭാരത്, ജയ് കോൺഗ്രസ്, ജയ് UDF. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതാവ് പാറക്കൽ അബ്ദുള്ള ജാഥ ക്യാപ്റ്റന്മാരെ ഹാരാർപ്പണം ചെയ്യുന്നു. അതിനായി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു.